ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ പാർട്ട് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമുക്കറിയാം 2024 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒട്ടുമിക്ക ഇയറിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ എന്താണെങ്കിലും ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാനത് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നില്ല. ഇതിന് മുന്നിലത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് നിങ്ങൾ റെഫർ ചെയ്താൽ മതി കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഡിസിഷൻ തിയറി. അപ്പോൾ ഡിസിഷൻ തിയറി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ തിയറി ഈസ് എ മെത്തഡ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എമംഗ് സെവറൽ ഓൾട്ടർനേറ്റീവ് ആക്ഷൻസ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, നമുക്ക് കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ആക്ഷൻസ് ഉണ്ട്. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് വണ്ണായിട്ടുള്ളത് ചൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ക്യൂട്ടിയുടെ 2 ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ ഒന്ന് നോക്കാം. ദേ റിക്വയർ ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് ഡാറ്റ. അതായത് നമ്മളിപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുള്ളൂ. അല്ലാന്ന് വെച്ചാൽ എന്താണ്, റോങ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവൈലബിളും ആയിരിക്കണം. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ കിട്ടാൻ ചാൻസ് ഇല്ല. സോ ക്യൂട്ടിയുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രോബ്ലംസ് ഇൻവോൾവിങ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. അതായത് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സിന് മേലാണ് കാൽക്കുലേഷൻസ് നടത്തുന്നത്. സോ അതുകൊണ്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ വരുന്നത് അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യൂട്ടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്. ഈവൻറ്റ്സ് ആർ ഈക്വലി ലൈക്ലി വെൻ ഈച്ച് ഹാസ് ദ സെയിം പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ്. ഇവൻറ്റ്സ് ഏതൊക്കെയാണോ ഒക്കർ ചെയ്യാനായിട്ട് സെയിം പ്രോബബിലിറ്റി വരുന്നത് അങ്ങനെയുള്ള ഇവൻറ്റ്സിനെയാണ് ഈക്വലി ലൈക്ലി ഈവൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ ഈവൻറ്റ്സിനാണോ ഈവൻറ്റ്സ് സംഭവിക്കാനായിട്ട് ഒരേ സാധ്യതയുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വലി ലൈക്ലി ഈവൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടോസിങ് എ കോയിൻ അതിനൊരു എക്സാമ്പിളാണ്. അതായത് നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പം നമുക്ക് ഹെഡ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ തന്നെ ടെയിൽ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നതും 1/2 ആണ്. അപ്പോൾ ഈ ഹെഡ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി ആൻഡ് ടെയിൽ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി രണ്ടിനും സെയിം പ്രോബബിലിറ്റിയാണ്. അത് ഒക്യൂർ ചെയ്യാനായിട്ട് സെയിം പ്രോബബിലിറ്റിയാണ് വരുന്നത്. സോ ഈ 2 ഈവൻറ്റ്സിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈക്വലി ലൈക്ലി ഈവൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. What do you mean by simple correlation? Simple correlation refers to the relationship between two variables. അതായത് നമ്മളിപ്പോൾ കോറിലേഷൻ സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇറ്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റാങ്കിങ്സ് ഓഫ് 2 വേരിയബിൾസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 വേരിയബിൾസിൻ്റെ വാല്യൂസിന് നമ്മൾ റാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ റാങ്ക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടി നമുക്ക് ആ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, ഡയറക്ഷൻ ഏത് ഡയറക്ഷനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആവും തോറും, അതായത് നമ്പർ ഓഫ് ട്രയൽസിൻ്റെ നമ്പർ കൂടും തോറും പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൈദർ വെരി ഹൈ നോർ വെരി ലോ. അതായത് ഒരുപാട് ഹൈയും ആവില്ല ഒരുപാട് ലോവും ആകില്ല. സോ ആ ഒരു കേസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്രോച്ച് ദ ഷേപ്പ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം എങ്ങനെയായിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അതേ ഒരു ഷേപ്പിലേക്ക് ഈ ഒരു കർവും വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. What do you mean by line of regression? A regression line shows the relationship between 2 variables and is used to predict the value of one variable based on another. ഇപ്പോൾ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ റിഗ്രഷൻ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂ പ്രഡിക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പെരിമെൻ്റ് എന്താണ് എന്നുള്ളതാണ്. ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ ഔട്ട്കം വിച്ച് ക്യാൻ ബി ഒബ്സർവ്ഡ് ആൻഡ് റെക്കോർഡഡ്. അതായത് നമുക്കൊരു ഔട്ട്കം റിസൾട്ടായിട്ട് വരുന്ന ഏതൊരു പ്രോസസ്സിനെയും നമ്മൾ എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാനും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെ റിസൾട്ട്സ് അല്ലെങ്കിൽ ഔട്ട്കം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു പ്രോസസ്സിനെയും നമുക്ക് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. എ ബാഗ് കണ്ടെയ്ൻസ് 500 bolts ഓഫ് വിച്ച് 40 ആർ ഡിഫക്റ്റീവ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾട്ട് സെലക്ടഡ് അറ്റ് റാൻഡം വാസ് നോട്ട് ഡിഫക്റ്റീവ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗിൽ 500 ബോൾട്ട് ഉണ്ട്, അതിൽ 40 എണ്ണം ഡിഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാഗിൽ നിന്നും ഒരു ബോൾട്ട് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്ന ബോൾട്ട് എന്ന് പറയുന്നത് നോട്ട് ഡിഫക്റ്റീവ്, അതായത് ഡിഫക്റ്റീവ് അല്ലാത്ത ബോൾട്ട് ആവാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ആദ്യമേ ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ട് നമുക്കറിയാം 500 ആണ്. ഇനി അതുപോലെ അതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോൾട്ട് 40 ആണ്. ഇനി ഇതിൽ നോൺ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോൾട്ട് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ബോൾട്ടിൽ നിന്നും ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോൾട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 500 - 40, അപ്പോൾ 460 ബോൾട്ടാണ് നോൺ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് നോൺ ഡിഫക്റ്റീവ് ബോൾട്ട്, അതായത് നോൺ ഡിഫക്റ്റീവ് ബോൾട്ട് ഡ്രോ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ബോൾട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 460 / 500 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. എലൂസിഡേറ്റ് ബേസ് തിയറം. എലൂസിഡേറ്റിന് മീനിങ് എക്സ്പ്ലെയിൻ എന്നാണ്. അപ്പോൾ ബേസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബേസ് തിയറം ഈസ് ദ ഫോർമുല യൂസ്ഡ് ടു അപ്ഡേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ് ബേസ്ഡ് ഓൺ ന്യൂ ഇൻഫർമേഷൻ. ന്യൂ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. 12th 1 കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണെന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ സെയിം കാര്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതൊന്ന് റെഫർ ചെയ്താൽ മതി. ഗിവ് ദ മീനിങ് ഓഫ് ദ ടേംസ് നോഡ് ആൻഡ് ബ്രാഞ്ചസ്. നമുക്കറിയാം ഡിസിഷൻ തിയറി ആയിട്ട് റിലേറ്റഡ് ആയി വരുന്ന 2 ടേംസാണ് നോഡും ബ്രാഞ്ചസും. അപ്പോൾ നോഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പോയിന്റ് ഇൻ എ ഡിസിഷൻ ട്രീ വേർ എ ഡിസിഷൻ ഓർ ചാൻസ് ഇവൻറ്റ് ഒക്കേഴ്സ്. അതായത് ഡിസിഷൻ ട്രീയിൽ വരുന്ന നമ്മൾ അടുത്ത ഡിസിഷൻ അല്ലെങ്കിൽ ചാൻസ് ഇവൻറ്റ് ഒക്യൂർ ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലൈൻ ദാറ്റ് കണക്ട്സ് നോഡ്സ് ആൻഡ് റെപ്രസെൻറ്റ് ഡിസിഷൻസ് ഓർ ഔട്ട്കംസ്. അതായത് ഡിസിഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന നോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ ഏതൊക്കെയാണോ അതിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. What is decision tree? A decision tree is a graphical representation of possible solution to a decision based on various conditions. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി വേരിയസ് ആയിട്ടുള്ള കുറേ പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് പ്രോബ്ലമാണ് വാട്ട് ഡു യു മീൻ ബൈ കോസേഷൻ. കോറിലേഷനുമായിട്ട് റിലേറ്റഡ് ആയി വരുന്നൊരു ടേമാണ് കോസേഷൻ. കോസേഷൻ മീൻസ് ദാറ്റ് വൺ ഈവൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദി ഒക്കറൻസ് ഓഫ് അനദർ ഈവൻറ്റ്. ഒരു ഈവൻറ്റിൻ്റെ ഒക്കറൻസ്, അതായത് ഒരു ഈവൻറ്റ് സംഭവിക്കുന്നു, അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് മറ്റൊരു ഈവൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് കോസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ഈവൻറ്റ്സ് തമ്മിലൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു ഈവൻറ്റ് സംഭവിക്കുന്നത് കൊണ്ട് വേറൊരു ഈവൻറ്റ് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോസേഷൻ എന്ന് പറയുന്നത്.